ഏറ്റവും പ്രിയപ്പെട്ട പാലക്കാട്ടെ മാധ്യമ സുഹൃത്തുക്കളെ, കേരളവും രാജ്യവും എല്ലാം ചർച്ച ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ്, ശരിക്കും പറഞ്ഞാൽ പൊതു തെരഞ്ഞെടുപ്പിനേക്കാൾ ആവേശജനകമായ ഒരു ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞൊരു ഹാങ് ഓവറിലാണ് നമ്മൾ. ആ തെരഞ്ഞെടുപ്പിലുടനീളം എല്ലാ സ്ഥാനാർത്ഥികളെയും ജനങ്ങളിലേക്ക് പരമാവധി എത്തിക്കാൻ വേണ്ടിയിട്ട് എടുത്ത നിങ്ങളുടെ ഓരോരുത്തരുടെയും ശ്രമങ്ങൾ, ആ ശ്രമങ്ങളെ ആദ്യമേ തന്നെ ഹൃദയാഭിവാദ്യം ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. കാരണം സ്ഥാനാർത്ഥികളാകുമ്പം അത് രാവിലെ എഴുന്നേക്കും, വളരെ വൈകിയേ കിടക്കാൻ പോവുള്ളൂ. അത് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിനേക്കാൾ ഒരു 10-15 മിനിറ്റ് നേരത്തെ നിങ്ങൾ എഴുന്നേക്കണം, അതിനേക്കാൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഉറങ്ങാനും കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ടൈറ്റ് സ്കെഡ്യൂളിൽ ഇത്രയേറെ ശ്രമകരമായി നമ്മുടെ ജനാധിപത്യ സമ്പ്രദായത്തെ വിജയിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അഹോരാത്ര പരിശ്രമമാണ് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ദീർഘവീക്ഷണത്തോടു കൂടി നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ ധാരാളമായി നടത്തേണ്ടതായിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങളിൽ എല്ലാ മാധ്യമ സുഹൃത്തുക്കളുടെയും വിമർശനാത്മകമായിട്ടുള്ള പിന്തുണ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ചെറിയ വീഴ്ചകൾ പോലും ചൂണ്ടിക്കാട്ടിയാൽ മാത്രമേ നമുക്ക് തിരുത്തി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അത്തരത്തിലുള്ള പിന്തുണ ഉണ്ടാകണമെന്ന് വളരെ സ്നേഹത്തോടുകൂടി അഭ്യർത്ഥിക്കുകയാണ്. ഞാനത് മനസ്സിലാക്കിയിടത്തോളം ഇപ്പോൾ മോയിൻ സ്കൂൾ ഡിജിറ്റലൈസേഷൻ ആയാലും ടൗൺ ഹാളിൻ്റെ പൂർത്തീകരണമായാലും ഈ രണ്ടിനകത്തും ഫണ്ട് അലോക്കേഷൻ്റെ പ്രശ്നമല്ല. മോയിൻ സ്കൂൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു MLA എന്ന നിലയിൽ ചെയ്യുവാൻ കഴിയുന്നത് ഫണ്ട് അലോക്കേഷനാണ്. ആ ഫണ്ട് അലോക്കേഷൻ എല്ലാം വളരെ കൃത്യമായി ചെയ്യുകയും ഇനി ഗവൺമെൻറ്റൽ ഇൻ്റർഫിയറൻസ് ആണ് വേണ്ടത് രണ്ട് വിഷയങ്ങൾക്കകത്ത്. ആ ഇൻ്റർഫിയറൻസിന് വേണ്ടിയിട്ടുള്ള ഇപ്പം അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായും ഈ ചെറിയ സമയം കൊണ്ട് തന്നെ മന്ത്രിമാരുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. 4-ാം തീയതിയാണ്. അപ്പം അതിനുകൂടി ഈ ഒരു ചോദ്യത്തിൽ നിടയ്ക്ക് ക്ഷണിക്കുന്നതിനകത്ത് ക്ഷമിക്കണം. 4-ാം തീയതിയാണ് സത്യപ്രതിജ്ഞ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം 5-6 ദിവസങ്ങളിൽ പരമാവധി മന്ത്രിമാരുടെ അപ്പോയിൻമെൻറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് മന്ത്രിമാരോടൊക്കെ ഇനിഷ്യലി സംസാരിച്ചപ്പോൾ പോസിറ്റീവായിട്ടുള്ള നിലപാടാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തും, ഉറപ്പായിട്ടുണ്ടാകും. വികസന കാര്യങ്ങളിൽ നമുക്കങ്ങനെ ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ വിചാരിക്കേണ്ടുന്ന കാര്യമില്ല. അപ്പോൾ ഇന്നലെ ഞാൻ മുനിസിപ്പാലിറ്റിയിൽ പോയിരുന്നു. മുനിസിപ്പാലിറ്റി പോയപ്പം എല്ലാ കൗൺസിലർമാരും കണ്ടപ്പോൾ ഞാനൊരു കാര്യം അവരോട് പറഞ്ഞത്, ഇപ്പം സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോട് എനിക്ക് പറയാനായിട്ടുള്ളത്, ഇപ്പം മുനിസിപ്പാലിറ്റിയുടെ ഭരണകാലാവധി 1 വർഷമാണ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ 1.5 വർഷമാണ്, ഈ ടെന്യൂറിൽ എൻ്റെയും 1.5 വർഷമാണ്. ഈ 1.5 വർഷം നമുക്ക് പരമാവധി പെർഫോം ചെയ്യാം. തെരഞ്ഞെടുപ്പാകുമ്പോൾ അവരെ തോൽപ്പിക്കാൻ ഞാനും എന്നെ തോൽപ്പിക്കാൻ അവരും ശ്രമിച്ചോട്ടെ, അന്നേരം നമുക്ക് രാഷ്ട്രീയമാകാം. അതുവരെയുള്ള കാര്യങ്ങളിൽ പാലക്കാടിനെ തോൽപ്പിക്കാൻ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രമിക്കേണ്ട എന്ന് പറയുകയും അവർ വളരെ പോസിറ്റീവായിട്ട്, ഇപ്പോൾ മുനിസിപ്പാലിറ്റി പോയപ്പോൾ അവർ വളരെ പോസിറ്റീവായിട്ട് അതിനോട് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നമുക്ക് വികസന കാര്യങ്ങളിൽ നമ്മൾ അങ്ങനൊരു ഫൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നാടിന് പ്രയോജനമില്ല. സ്വാഭാവികമായി പ്രതിപക്ഷ MLA-മാർക്ക് ആനുകൂല്യങ്ങൾ കുറയുന്ന കലഞ്ഞു വെക്കുന്നുള്ള ഒരു ഭയമുണ്ടോ? പുതിയ MLA ഒരു ആശങ്ക മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞാൽ, നിയമസഭയിൽ എതിരായിട്ട് അഭിപ്രായം പറഞ്ഞാൽ? അങ്ങനത്തെ ആശങ്ക ജനാധിപത്യത്തിൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനത്തെ പ്രതിപക്ഷ MLA-ക്ക് അങ്ങനത്തെ ഇൻസെക്യൂരിറ്റി ഉണ്ടാകാൻ പാടില്ല. കാരണം ഇപ്പം പാലക്കാട് കേരളത്തിന്റെ ഭാഗമാണല്ലോ. അപ്പം കേരളം ഏതെങ്കിലും മേഖലയിൽ 1-ാം നമ്പറാണ് എന്ന് സർക്കാരിന് ക്ലെയിം ചെയ്യണമെങ്കിൽ പാലക്കാട് ഉൾപ്പെടുന്നതാണല്ലോ കേരളം. അപ്പം ആ നമ്പർ 1 ആക്കാനുള്ള ശ്രമങ്ങളിലെല്ലാം പാലക്കാടിനെ കൂടി ഉൾപ്പെടുത്തേണ്ടത് ഗവൺമെന്റിന്റെ. അപ്പോൾ പാലക്കാട് എന്ന് പറയുന്ന പ്രദേശത്തിന്റെ, പാലക്കാട് കോൺസ്റ്റിറ്റ്യുവൻസിയുടെ MLA മാത്രമാണ് ഞാൻ. പാലക്കാട് കോൺസ്റ്റിറ്റ്യുവൻസിയുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്, പാലക്കാട് കോൺസ്റ്റിറ്റ്യുവൻസിയുടെയും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ്. അപ്പോൾ ആ തോന്നൽ അവർക്ക് കൂടി ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്നില്ല ഒരു പ്രതിപക്ഷ, അപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മളൊന്നിട്ട് മുൻവിധിയോടുകൂടി സമീപിക്കണ്ടല്ലോ. ഇപ്പം ഗവൺമെന്റ് ആന്റി ആയിരിക്കും എന്നുള്ളൊരു സമീപനത്തിൽ ഞാൻ പോകുന്നില്ല. മുൻവിധികളില്ല. ഞാൻ ആ വിഷയത്തിനകത്ത് പ്രജുഡിസ്റ്റിക് അല്ല. ഇപ്പം കാരണം ഇപ്പം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ചില കൺസേൺസ് വളരെ കൃത്യമായി ഞാനത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ ധരിപ്പിച്ചു. CPM-ന്റെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പുമായിട്ട് സംസാരിച്ചപ്പോഴും അവരെന്നോട് പറഞ്ഞ വാക്കുകൾ, ആ വാക്കുകൾ പ്രവൃത്തിയിലൂടെ കൊണ്ടുവരാൻ പറ്റിയാൽ
അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ തെരുവിൽ പാർലമെന്റേറിയനായിട്ട് പോവുകയാണ്, പാർലമെന്റ് ലൈഫിലേക്കാണ് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഷാഫി പറമ്പിൽ ഉണ്ടായിരുന്നെങ്കിൽ പല അടിയന്തര പ്രമേയം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരുന്ന സമയത്ത് ഷാഫി പറമ്പിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പല ആളുകളും പറയുന്നത് കേൾക്കാറുണ്ട് സഭയിൽ പോയ സമയത്ത്. അപ്പൊ ആ ഒരു ഇടവ് നികത്താൻ ഗവൺമെന്റിനെ കൊണ്ടാവും എന്നൊരു പ്രതീക്ഷ. ഒന്ന്, ശ്രീ ഷാഫി പറമ്പിൽ ഒരു മികച്ച ഒറേറ്റർ കൂടിയാണ്. നന്നായി കാര്യങ്ങൾ ഡെലിവർ ചെയ്യുന്ന, വളരെ ആ ഇമോഷണൽ കോണ്ടന്റിനെ അതേ ഗ്രാവിറ്റിയോട് കൂടിയിട്ട് റിഫ്ലക്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പം സംസാരങ്ങളിലൊന്നും ഞങ്ങൾ ഒരേ ശൈലിയുടെ ആളുകളല്ല. അപ്പം വളരെ വ്യത്യസ്തമായ ശൈലിയാണെങ്കിൽ പോലും ഒരു പ്രതിപക്ഷ MLA യുടെ ഒരു ധർമ്മമുണ്ടല്ലോ ആ വിഷയങ്ങൾക്കകത്ത്. അപ്പം സർക്കാരിനെ തിരുത്തേണ്ടുന്ന വിഷയങ്ങൾക്കകത്ത് ഒരു പ്രതിപക്ഷ MLA യുടെ ധർമ്മത്തെ, ഇപ്പം ഇത്രയും കാലം ഒരു പ്രതിപക്ഷ യുവജന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകൻ എന്നുള്ള നിലയിലുള്ള തിരുത്തലുകൾക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്.